കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ദൈവവചനത്തിലെ എല്ലാ ലേഖനങ്ങളും, സഭകൾക്ക്, വിശ്വാസികൾക്ക് എഴുതിയ ലേഖനങ്ങളെല്ലാം തുടങ്ങുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും. ഹൃദയത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് അവിടെ ആശംസയായി പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മുടെ മനസ്സിനെ മതിക്കില്ല, ഭരിക്കില്ല. ഞങ്ങൾ വികാരനിർഭരനായി എന്നൊക്കെ പറഞ്ഞാൽ വികാരത്താൽ ഭരിക്കപ്പെടുകയാണ്. കോപം ഭരിച്ചു. നമ്മളെ ആരാ ഭരിക്കുന്നത്? നമ്മളെ സമാധാനപ്രഭുവായ കർത്താവ് ഭരിക്കട്ടെ. ആ ഭരണത്തിൽ ക്രിസ്തു നമ്മളിൽ വാഴുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥതയൊക്കെ വിട്ട് ക്രിസ്തുവിൽ ശാന്തമാകുമ്പോൾ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കും. അതാണ് നമ്മൾ കേൾക്കുന്ന സന്ദേശം. ദൈവ ഭരണത്തെക്കുറിച്ച്, ക്രിസ്തു മൂലം നമുക്ക് തരുന്ന ആ ദിവ്യ അനുഭവത്തെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ദൈവവചനത്തിലേക്ക് പോകാം. അവൻ രാജാവാണ്, അവൻ രാജ്യം സ്ഥാപിക്കാൻ വന്നതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ കർത്താവ് വേറൊരിക്കൽ പറഞ്ഞു, രാജാവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയിലുണ്ടെന്ന്. ഒരു ശിഷ്യന്മാരെ വേലയ്ക്ക് വിളിച്ചപ്പോൾ കർത്താവിന് ഒറ്റ കാര്യം, പേഴ്സും പൊക്കണമൊന്നും എടുക്കണ്ട. ആമേൻ, സ്തോത്രം. ഒരു ബലത്തിന് ആ പേഴ്സിൻ്റെ മൂലയ്ക്ക് ഒരു 100 ഒന്നും വേണ്ട എന്ന് പറഞ്ഞത്, ഒന്നും വേണ്ട പറഞ്ഞാട്ട് ഒന്നും കയ്യിലെടുക്കണ്ട. അല്ല പിന്നെ നീ പറയും സ്തോത്രം, അത് വെച്ചാ നീ മുഴുവൻ നടന്നേന്ന്. എന്നിട്ട് 3.5 കൊല്ലം രാജാവിൻ്റെ കൂടെ ഇവരെ നടത്തി. 3.5 കൊല്ലം അപ്പത്തിന് കുഴപ്പമില്ല, സ്ഥാനത്തിന് കുഴപ്പമില്ല, ശുശ്രൂഷയ്ക്ക് കുറവില്ല. പരിപാടിയെല്ലാം നടത്തിയിട്ട് സ്തോത്രം ഒരിക്കൽ ഒന്നും കഴിക്കാനില്ലാതെ ഒരു പുല്ലുംപുറത്തിരുന്നവരുടെ വചനം പറഞ്ഞു കർത്താവ്. അല്ലേ, വചനം പറച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ ഓരോ കൊട്ട. കൈവർത്തറ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ലായിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഈ കൂരിൽ താഴ്വരയൊക്കെ വന്നപ്പോൾ അവർ കർത്താവിനോട് അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, ഡവേ ആ 5000 കൊടുത്തപ്പോൾ എത്ര ബാക്കി വന്നു? കൈ കൊടുത്തിട്ട് ചോദിച്ച്, പഴയതൊക്കെ ചോദിച്ച്. കർത്താവ് ഇടയ്ക്ക് പഴയത് ചോദിക്കുമെന്ന് പറ. കർത്താവ് ഇടയ്ക്ക് ഏത് ചോദിക്കും? എന്നും മുമ്പോട്ട് നോക്കി ഭാരപ്പെടുക. പഴയതൊക്കെ ഒന്ന് ചോദിച്ചേ, ആ പഴയതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞ. ആ 5000 പേരെ നിങ്ങളെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പം കയ്യിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നു ചോദിച്ചേ. പിന്നെ 4 അപ്പം കൊണ്ട് 7000 പേർക്ക് കൊടുത്തപ്പോൾ എടേ എൻ്റെ രാജ്യത്തിൽ ഒന്നിനും മുട്ടില്ലെന്ന്. നീ എൻ്റെ കൂടെ അല്ലേ കൂടിയേ? എൻ്റെ രാജ്യത്തിൽ ഒന്നിനും കുറവ് വരില്ലെന്ന്. ഒടുവിൽ കർത്താവ് ക്രൂശിൽ പോകാറായപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പൊക്കണമൊന്നും എടുക്കാതെ എൻ്റെ കൂടെ വന്നിട്ട് വല്ലതിനും. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണും. ആമേൻ. ദൈവരാജ്യം ശക്തിയോടെ ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണും. ആമേൻ, ആമേൻ. ആ ദൈവരാജ്യത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് വരുവാൻ വേണ്ടി യേശു പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. ഞാൻ പോകേണ്ടത് നിങ്ങൾക്ക് നല്ലതാണ്. സ്തോത്രം. ഞാൻ എൻ്റെ ജീവൻ വെച്ചു കൊടുക്കും. ഞാൻ ചെന്ന് എൻ്റെ രക്തം കൊടുക്കുമ്പോൾ ഈ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇടയിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുകയാണ്. ക്രിസ്തു അവരുടെ കൂടെ നടന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഭരണം തുടങ്ങിയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ഭരണം എവിടെ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം ആരംഭിച്ചോ ഇല്ലയോ? അവർക്ക് പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് കൊലോസ്യർ 1:13 പറഞ്ഞ, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് അവൻ നിങ്ങളെ സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കും എന്നല്ല, പിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന പിന്നെ അപ്പോസ്തലന്മാർ പറയാൻ. മനസ്സിലാവും? നിന്റെ രാജ്യം
വരണമെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് ഇനിയും പറയാം. യേശു തൻ്റെ നിത്യരാജ്യത്വം സ്ഥാപിക്കും, ഭൗതികമായ ഭരണം ഇവിടെ സ്ഥാപിക്കും. ആമേൻ. രാജഭരണം, സാമ്രാജ്യഭരണം, ജനായത്ത ഭരണം എല്ലാം ദൈവം അവസരം കൊടുക്കുകയാണ്. പക്ഷേ മനുഷ്യൻ അതുകൊണ്ട് തൃപ്തരാകുന്നില്ല. അതുകൊണ്ട് ഭരണത്തിൻ്റെ പൂർണ്ണത, ഡൊമീനിയന്റെ പൂർണ്ണത, കിങ്ഡത്തിന്റെ യഥാർത്ഥം, ധന്യനായ ഏകാധിപതി ഇവിടെ ഭരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവന്റെ പേരാണ് ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും. താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ആ കർത്താവിനെ 3-4 വാക്കൊക്കെ പറഞ്ഞൊന്ന് സ്തുതിച്ച് ധന്യനായ ഏകാധിപതിയും പറഞ്ഞാട്ടെ. യേശുവിനെ ഒന്ന് ഉയർത്തിക്ക്. ധന്യനായ ഏകാധിപതിയും കർത്താതി കർത്താവും രാജാതി രാജാവും, താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും എത്രയും വേഗം പ്രത്യക്ഷപ്പെടുവാൻ പോകുകയാണ്. നല്ല കർത്താവിനെ ആർപ്പോടെ സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. കരങ്ങൾ തട്ടി അല്പസമയം ഒന്ന് ആരാധിച്ച്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഭയന്ന് ഭാരപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ അവരെല്ലാവരും കൊല്ലുമോ? അങ്ങനെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ നടുക്കിൽ യേശു ചെന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞായറാഴ്ച രാവിലെ സ്ത്രീയെ കണ്ടിട്ട് പറഞ്ഞു, ഇനി കരയണ്ട. വൈകുന്നേരം ശിഷ്യന്മാരുടെ മുറിയിൽ, ഭയം തരുന്ന ശിഷ്യന്മാരുടെ മുറിയിൽ വന്നിട്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. അന്നേരം പറഞ്ഞതല്ലാതെ അവരുടെ ഉള്ളിലായില്ല. പോകാൻ നേരത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ ദേ പോവാം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം, ദൈവരാജ്യം നിങ്ങളിൽ വരാൻ പോകുകയാണ്. ഞാൻ വന്ന് രാജ്യം സ്ഥാപിക്കുമെന്നല്ല, നിങ്ങൾ സ്ഥാപിക്കാൻ പോവാ. അതാദ്യം നിങ്ങളുടെ ഉള്ളിലായിരിക്കും സ്ഥാപിക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശു പോകാൻ 40 ദിവസം കൂടെ ഇരുന്നിട്ട് പോകാൻ നേരത്തൊരു ചോദ്യം ചോദിച്ചു. നമുക്ക് വായിക്കാം, വായിച്ചിട്ട് വേഗം അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, കർത്താവേ. അവരുടെ ഉദ്വേഗം, അവർ മന്ത്രിയാകാൻ, അവർ രാജ്യം ഭരിക്കാൻ കാത്തിരുന്നപ്പോഴാണ് ഇതാ കർത്താവ് മരണവും കഴിഞ്ഞു, ഉയർപ്പും കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ആ കഴുതമേലേറി ആ യെരുശലേമിലേക്ക് പോയപ്പോൾ പത്രോസും കൂടെയുള്ളവരൊക്കെ എന്തോർത്തു? മിക്കവാറും രാജ്യം എന്ത് ചെയ്യുമായിരിക്കും? സ്ഥാപിക്കുമെന്ന് അവരോർത്തെ. യെസ്. ആലയത്തിൽ കടന്ന് അവിടുത്തെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും എല്ലാം പുറത്താക്കി ഒരു വലിയൊരു ഷോ അവിടെ നടന്നല്ലേ. അപ്പോൾ നിശ്ചയമായിട്ടും എന്ത് വിചാരിച്ചു? രാജ്യം പിടിച്ചെടുക്കും. പക്ഷെ അവരുടെ ചിന്തയ്ക്ക് വിപരീതമായി ഒരൊറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ യേശു ക്രൂശിക്കപ്പെടുകയാണ്. സ്തോത്രം. തയ്പ്പിച്ചു വെച്ച കുപ്പായമൊക്കെ വേഗം പെട്ടിക്കകത്ത് മടക്കി. ഒന്നും നടക്കാൻ പോകുന്നില്ല, രാജ്യസ്ഥാപനം നടക്കാൻ പോകുന്നില്ല. കബളിപ്പിക്കപ്പെട്ടല്ലോ, തീർന്നല്ലോ, മശിഹായാണെന്ന് വിചാരിച്ചത് എല്ലാം തെറ്റിപ്പോയല്ലോ. അതുകൊണ്ടാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു സ്വയം വെളിപ്പെടുത്താതെ അവരുടെ കൂടെ നടന്നപ്പോൾ, നിങ്ങൾ എന്താ വാടിയ മുഖത്തോടെ നിൽക്കുന്നത്, എന്താന്ന് ചോദിച്ചോ പറയാണ്, നീ മാത്രം ഇവിടെ നടന്ന പുകലൊന്നും കേട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്തുവാ അത്? യേശു എന്ന ആളെ കുറിച്ച് കേട്ടില്ലേ? ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊന്നും കേട്ടില്ലേ? എന്താ കേട്ട്? യേശു ചോദിക്കുക അവരോട്. അതെ, ഞങ്ങൾ ഓർത്തു അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ഞങ്ങൾ ഓർത്തവൻ മശിഹായാണ്, ഞങ്ങൾ ഓർത്തവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ ഭരിക്കുമെന്ന്. പക്ഷേ എന്തോ ചെയ്യാന്, അവനെ ക്രൂശിച്ചു. മാത്രമാണോ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സഹോദരിമാരിൽ ചിലർ ചെന്നപ്പോൾ അവന് ഉയർത്തെഴുന്നേറ്റു, ദർശനം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പേടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് സ്വരം നന്നപ്പോളെ പാട്ട് നിർത്തിയേക്കാം, സ്ഥലം കാലിയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുക? അവൻ്റെ ഡെഡ് ബോഡിയും കാണുന്നില്ല. അതിൻ്റെ കൂടെ പെണ്ണുങ്ങൾ പറയുകയാണ്, എന്തോ പറയുക, അവനെ കണ്ടെന്ന്. കുഴയും ഇത് ആ വിഷയമാവുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? വേഗം ഉടനെ കർത്താവ് പറഞ്ഞ, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തുവിന് ഈ കഷ്ടത പ്രവാചകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് വേണം മഹത്വത്തിൽ പ്രവേശിപ്പാൻ. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. ക്രിസ്തു മഹത്വത്തിൽ പ്രവേശിച്ചു, നമ്മളെ മഹത്വത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മക്കളെ, സാഹചര്യങ്ങൾ നിന്നെ ഇനി വാഴരുത്, 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 വാഴരുത്. സാഹചര്യമൊക്കെ നന്നായാൽ ചിരിക്കാൻ ആർക്കാ പറ്റാത്തത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ലോട്ടറി അടിക്കുമ്പോൾ എന്ന് വെക്കാൻ ആർക്കാ പറ്റാത്തത്? എന്നാൽ പ്രതികൂലങ്ങളിൽ പോകുമ്പോൾ, നീ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കാതിരിക്കുമ്പോഴും അതൊന്നും നിന്നെ ബാധിക്കാതെ
നല്ല സമയത്ത് മാത്രം സന്തോഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ഭരണമല്ലിത്. അമാവാസിയിലും പൗർണമാസിയിലും ഇരുട്ടിലും വെളിച്ചത്തിലും കൂരിലും താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും ഇതൊന്നും ബാധിക്കാതെ നിന്നെ സാഹചര്യങ്ങളെ ജയിച്ച് ജീവിക്കാം. അതാണ് ദൈവരാജ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവരെ അടിയേറ്റ്, അപ്പോസ്തലന്മാർ അടിയേറ്റ് മുറിവുകളിൽ കൂടെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് അവരെന്ത് ചെയ്തു? പാടി ആരാധിച്ചു. ദൈവത്തിന്റെ മക്കളെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചില ദരിദ്ര രാജ്യങ്ങൾ സമ്പന്ന രാജ്യത്തിന്റെ അടുത്തിരിപ്പുണ്ട്. ഇതുപോലെ ഇപ്പം ദൈവരാജ്യം, പിശാചിന്റെ രാജ്യം നമ്മുടെ ഹൃദയത്തിൽ രണ്ടും കിടപ്പുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞോട്ടെ, നിന്റെ മനസ്സിലകത്ത് രണ്ട് രാജ്യത്തിനുമുള്ള സാഹചര്യം കിടപ്പുണ്ട്. അടുത്തിരിക്കുന്ന നിനക്ക് ഡെയിലി ഇതിനകത്ത് രണ്ടിനകത്തും ജീവിക്കാം. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞോട്ടെ. അത് നീ ഞാനും ആ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നേക്കും ദൈവരാജ്യത്തിലെ, പക്ഷെ മനസ്സിൽ, ജീവിതത്തിൽ നമ്മുടെ ചിന്തകളെയൊക്കെ ഭരിക്കാൻ നമ്മളാ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ജയിലിൽ കിടന്നിട്ടും അവരെങ്ങോട്ട് കാല് ചവിട്ടിയില്ല. ദരിദ്ര രാജ്യത്തേക്ക് അവരെവിടെ തന്നെ ഇരുന്നു. അവർ ദൈവരാജ്യത്തിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ഒരു അർദ്ധരാത്രിക്ക് പാടി സ്തുതിച്ച. അതാണ് പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നടക്കത്തുള്ളൂ. അടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വാഴ്ചയാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. I am controlled by the Holy Spirit. സാഹചര്യങ്ങളാൽ അല്ല ഞാൻ നടത്തപ്പെടുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ട്, സഹോദരി അല്ലെ സഹോദര, ഒന്ന് കൈവിടുത്തിട്ട് പറഞ്ഞേ, നിങ്ങൾ എന്നെ നോക്കി ചിരിച്ചില്ലേലും ഞാൻ ചിരിക്കും പറഞ്ഞ. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ് പറഞ്ഞത്. ഞാൻ എവിടാണ്? കാരണം ദൈവരാജ്യത്തിൽ ഏത് മാത്രമേ ഉള്ളൂ? സന്തോഷം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യഹൂദന്മാര് ന്യായപ്രമാണത്തിന്റെ ഭരണത്തിലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, നീ ഇത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ നീ യോഗത്തിന് വന്നില്ല, അതുകൊണ്ട് നിന്റെ വീട്ടിൽ ഞാനും എന്ത് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലാന്ന് പറഞ്ഞാൽ യു ആർ കൺട്രോൾഡ് ബൈ ദ ലോ. എന്നാൽ യേശുവിലായപ്പോ എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ വന്നില്ലേലും ഞാൻ നിന്റെ വീട്ടിൽ വരും. കൈ കൊടുത്ത് പറഞ്ഞാൽ I am not controlled by law. അതാണ് പറയുന്നത്. നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുവോ, ഇനി ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണം തെറ്റാന്നൊന്നുമല്ല പറഞ്ഞ്, പക്ഷെ അതിനേക്കാളൊക്കെ ഉദാത്തമായ ഒരു ലെവലിൽ ഞാനായിപ്പോയി. എന്നോട് 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ ഞാൻ നിന്നോട് 2 കിലോമീറ്റർ നടക്കും. I am in the kingdom of God. ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവരാജ്യത്തിലാ. വേറെ രാജാവ് ഇപ്പൊ എൻ്റെ അകത്ത് സിംഹാസനത്തിൽ സീറ്റ് ചെയ്യുക. അതാണ് പത്രോസ് പറയുന്നത്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വിശുദ്ധീകരിപ്പിൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവിനെ കർത്താവായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ രാജാവായി സ്വീകരിച്ചെന്ന. ആ രാജാവിൻ്റെ രാജ്യം അനുഭവിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ നല്ല ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. ഈ രാജാവിൻ്റെ രാജ്യത്തിലുള്ളവരുടെ മുഖത്തോട്ട് നോക്കിയാൽ അവരുടെ പല്ലൊക്കെ എപ്പോഴും വെളിയിൽ കാണാം. ഹല്ലേലൂയ. പേസ്റ്റിന്റെ പരസ്യമൊന്നുമല്ല, അവരുടെ ഹൃദയം ഇങ്ങനെ തുള്ളുകയാണ്. എന്താണെന്നറിയാമോ? അവർക്ക് സാഹചര്യം ഒന്നും ഒരു വിഷയമല്ല. അവർക്കറിയാം, എൻ്റെ രാജാവ് എന്നെ നടത്തും. എൻ്റെ ഇടയൻ യേശുവായ കൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല. ഈ രാജ്യത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. രാത്രി പോയി എല്ലാം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നിശ്ചല ജലം കരുതിയിട്ടുണ്ട്. പച്ചയായ പുൽപ്പുറം കരുതിയിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ കൂരിൽ താഴ്വര ആയിരിക്കും, എനിക്കതൊന്നും വിഷയമല്ല. ഈ രാജാവിൻ്റെ രാജ്യത്തിലാണ് ഞാൻ. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിക്കുക. എല്ലാവർക്കും ഈ ഭൗതികമായതൊക്കെ ശരിയാകും. അതിന് ശരിയാകും, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും വേണ്ട. കൈവിടുത്ത് പറഞ്ഞു, അത് രാജ്യത്തിൻ്റെ കാര്യപ്പാ പറഞ്ഞേ. ഒരു കളക്ടർ ഉദ്യോഗം കിട്ടിയിട്ട് ചായ കിട്ടുമെന്ന് ഭാരപ്പെട്ട് അങ്ങേര് ഇരിക്കുന്ന പോലെ ഇരിക്കും. അത് ഇതിൻ്റെ ഭാഗമാണ്. കൈകൊടുത്ത് പറഞ്ഞു, യേശു എന്ന പാക്കേജിനകത്തുള്ളത് അതാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ, അവനോട് കൂടെ. കൈകൊടുത്ത് പറ, ടിക്കറ്റിനകത്ത് അതുകൂടെ ഉണ്ടെന്ന് പറ. സകലവും തരാതിരിക്കുമോ? ഹല്ലേലൂയ. ആ മകനെ, സ്വന്തം മകനെ
നമുക്ക് വേണ്ടി തന്നവൻ പിന്നെ നിന്റെ വസ്തുവാണോ വിഷയം? അത്ര നിന്നെ സ്നേഹിച്ചു. പുത്രന്റെ ജീവനേക്കാൾ നിന്നെയും എന്നെയും സ്നേഹിച്ച ഈ നല്ല പിതാവിനെ ആർപ്പോടെ സ്തുതിച്ചാട്ടെ. നമ്മളിത് വിശ്വസിക്കുന്നതാണ് കർത്താവിന്റെ സന്തോഷം. വിശ്വസിക്കാന്ന് പറഞ്ഞാൽ വിശ്വാസിയാന്നൊക്കെ ഇതാ വിശ്വസിക്കുന്നത്. നിന്നെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണെന്നങ്ങ് വിശ്വസിച്ചാൽ എന്തോ വിശ്വസിക്കണ്ടേ? ഒന്ന് പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിക്കുന്നപ്പോഴാണ് ലോർഡ് ഐ ബിലീവ് യു എന്ന് പറയുമ്പോഴാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവെ ഞാൻ വിശ്വസിക്കും, എന്നെ നീ കൈവിടത്തില്ല, എൻ്റെ കാര്യമൊക്കെ അത്ഭുതകരമായി നടക്കും. എന്തൊരു സന്തോഷ കർത്താവിന്. നമ്മൾ സംശയിക്കുമ്പോൾ കർത്താവിന് ദുഃഖമാണ്. അതുകൊണ്ട് കർത്താവിനെ ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചാൽ മതി അയച്ചവനിൽ. ആമേൻ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ. റോമാലേഖനത്തിൽ പറയണ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെയും പാപമാണ്. കർത്താവിലുള്ള ട്രസ്റ്റ്. എന്നെ എൻ്റെ കർത്താവ് കൈവിടത്തിൽ. ഉറക്കെ പറഞ്ഞേ, ഞാൻ എൻ്റെ കർത്താവിന് വിലപ്പെട്ടതാണ്. അതിന് പറയാവുന്നൊക്കെ കർത്താവ് പറഞ്ഞു. കണ്ണിലെ കൺമണിയാണ്, നിന്റെ തലയിലെ മുടി മുഴുവൻ എണ്ണിയിരിക്കുകയാണ്, എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുകയാണ്, നിങ്ങളെ തൊടുന്നവൻ എനിക്കിട്ടാ തൊടുന്ന്. അങ്ങനെ പറയാവുന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ര പൊന്നാണ്, ചങ്കാണ്, കരളാണ്. ഇനി എന്തോ പറയണ്ടേ? പൗലൂസ് പറയുന്ന പോലെ ഇനിയും വിവരിപ്പാൻ എനിക്ക് വാക്കുകൾ പോരാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന അയാളുടെ മുഖത്ത് ഒന്ന് തലോടിയിട്ട് പറഞ്ഞേ, കർത്താവിൻ്റെ പൊന്നല്ലേ. ഹല്ലേലൂയ. 2 വേദഭാഗം കൂടെ വേഗം വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 1:6 മുതൽ വായിക്കുമ്പോൾ അവർക്കിപ്പോഴും ഭൗതിക രാജഭരണത്തെക്കുറിച്ചാണ് അവരുടെ ചിന്ത. ശിഷ്യന്മാർക്കിപ്പോഴും എങ്ങനെ മന്ത്രിയാകാം, എങ്ങനെ ഭൗതികമായ നന്മകൾ കിട്ടും എന്നൊക്കെ ഓർത്തവരിയ്ക്കുകയാണ്. എങ്ങനെ സ്ഥാനം കിട്ടും, എങ്ങനെ മാനം കിട്ടും. വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ചോദിക്കുകയാണ്. അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. പോകാറായല്ലോ, ഉയർത്തെഴുന്നേറ്റല്ലോ. മറ്റേ സീറ്റിന്റെ കാര്യം, രാജ്യം സ്ഥാപിക്കാറായോ? അടുത്ത വാക്യം. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ. രാജ്യം സ്ഥാപിക്കാമെന്ന് കർത്താവ് പറഞ്ഞില്ല. സ്ഥാപിക്കും, അതിനൊരു ടൈമുണ്ട്. ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ അവസാനിക്കും, യേശു രാജാവായി വരും. അത് കാത്തിരിക്കുന്ന ദൈവമക്കളൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഒരു പെർഫെക്റ്റ് ഭരണം ആരും ഇന്ന് ലോകത്ത് പ്രതീക്ഷിക്കേണ്ട. കിട്ടിയ ഭരണത്തെ സന്തോഷിക്കുക, അവരെ അനുഗ്രഹിക്കുക. പക്ഷെ ഒരു പെർഫെക്റ്റ്, ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് സങ്കീർത്തനക്കാർ. ഒരു രാജാവ് നീതിയോടെ വാഴും, ഒരു രാജാവ് നീതിയോടെ വാഴും, ഒരു രാജാവ് ഈ ലോകത്ത് നീതിയോടെ വാഴും. ആ നല്ല കർത്താവിന്റെ പേര് വിളിച്ചു പറയുക. അടുത്ത വാക്യം. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ജോലി കൈകൊടുത്ത് പറയാം, നിങ്ങളുടെ ജോലി പറയാം. അതും ഇതൊന്നും അന്വേഷിക്കണ്ട, കൈകൊടുത്ത് പറഞ്ഞ് അതെപ്പം കിട്ടും, ഇതെപ്പം കിട്ടും, വീടപ്പം പണിയും, അതെങ്ങനെ നടക്കും, കൊച്ചിന്റെ കാര്യം എന്താവും, കൈകൊടുത്ത് പറയാം. ഇതൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ടത്. നീ ദൈവരാജ്യത്തിന്റെ ആളാണ്. കയ്യെ പിടിച്ചിട്ട് പറ. നീ അതും ഇതൊന്നും ആലോചിക്കേണ്ട. നീ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം, and the kingdom of God with all his might is coming upon you. ദൈവരാജ്യം ശക്തിയോടെ നിന്റെ മേൽ, ദൈവരാജ്യത്തിന്റെ പവർ നിന്റെ മേൽ, നിന്റെ മേൽ. The power of the kingdom of God, which is the Holy Spirit, is going to come upon you. നീ ആള് മാറും. നിന്റെ നോട്ടത്തിൽ അത്ഭുതം നടക്കും, നിന്റെ നിഴലിൽ അത്ഭുതം നടക്കും. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ഒരു വീടിനകത്തുണ്ടെങ്കിൽ അവന്റെ വീട് മുഴുവൻ മാറി മറി. പരിശുദ്ധാത്മ നിറവുള്ള ഒരു കുഞ്ഞ് ഒരു സ്കൂളിലുണ്ടെങ്കിൽ നിന്റെ മേൽ പകർന്ന ദൈവരാജ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ ക്ലാസ് മുഴുവൻ, നിന്റെ സ്കൂൾ മുഴുവൻ, നിന്റെ ഓഫീസ് മുഴുവൻ ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ നിറയും. നിങ്ങൾ എന്നോട് ചോദിച്ചത് ദാവീദിന്റെ രാജ്യമല്ലേ? യെരൂശലേം, യഹൂദ്യ, ശമരിയ ഒക്കെ ഉൾപ്പെടെ ലെബനാൻ അടുത്തുവരെയുള്ള
മധ്യധരണി അഴിക്കും. അപ്പുറം യോർദാനും ഒക്കെ ഇടയിലായിട്ട് കിടക്കുന്ന ഒരു ചെറിയ ഭൂവിഭാഗമല്ലേ, കേരളത്തിന്റെ പകുതി മാത്രം വലുപ്പമുള്ളൊരു ഭൂവിഭാഗമല്ലേ ചോദിച്ചത്. നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിപ്പോകരുത്. അവിടെ ഒന്നും നിൽക്കത്തില്ല നിന്റെ അധികാരം, അവിടെ ഒന്നും നിൽക്കത്തില്ല നിന്റെ അധികാരം. അമേരിക്കയിൽ ചെന്ന് ശാസിച്ചാലും ഭൂതം നിന്നെ കാണുമ്പോൾ ഓടിപ്പോവും. നിന്നെ കാണുമ്പോൾ ദുരാത്മാക്കൾ ഇളകും. നിന്നെ കാണുമ്പോൾ ദുഷ്ടശക്തികൾ വിരളി പിടിച്ചോടും. നിന്റെ അധികാര സീമ 4 ചെറിയ അതിരുകളല്ല, ആത്മാവിന്റെ അത്ഭുത ശക്തി. എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവമക്കളും ഈ ദിവസങ്ങളിൽ വേറൊന്നിനും ആഗ്രഹിക്കേണ്ട. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്തു എന്ന രാജാവ്, രാജാതിരാജാവ് ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ക്രിസ്തു എന്ന രാജാവിനെ ഭയപ്പെടുന്ന ഇരുട്ടിൻ്റെ ഒരു രാജ്യമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. അത് ദുരാത്മാക്കളാണ്, പൈശാചിക ശക്തികളാണ്. മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുക, കുടുംബത്തിൽ കലഹം, അതുപോലെ ചിലക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ വരുമ്പോൾ നിനക്കെന്നട ബാധ കയറിയെന്ന്, അതേ ദുർബാധകളുണ്ട്. ചിലക്ക് വല്ലാത്ത രോഗങ്ങൾ വിട്ടുമാറാതിരിക്കും, അതൊരു ബാധയാണെന്ന് പറയും. യെസ്, അത് വെറുതെ പറയുന്നതല്ല. ദുഷ്ടശക്തികളുടെ ഒരു സാമ്രാജ്യമുണ്ട്, രോഗം കൊണ്ടുവരുന്ന, അസ്വസ്ഥത കൊണ്ടുവരുന്ന. മാത്രമല്ല, ആ പൈശാചിക രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യൻ ഈ ലോകത്ത് തമ്മിലടിച്ചും ഭാരത്തിലും ഭയത്തിലും ഒക്കെ ജീവിച്ച്, അവൻ കുറേ പ്രാർത്ഥിക്കുന്നതിനൊന്നും പിശാചിനൊരു പ്രശ്നവുമില്ല. നമ്മൾ വേണം ബൈബിൾ വായിക്കുന്നതിനോ പാട്ട് പാടുന്നതിനോ മതകർമ്മങ്ങൾ ചെയ്യുന്നതിനും പിശാചിന് പ്രശ്നമില്ല. പക്ഷേ ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം, സാത്താൻ ഭയപ്പെടുന്നത് ക്രിസ്തുവിനെയാണ്. കാൽവറി ക്രൂശിൽ യേശു തൻ്റെ ജീവൻ ബലിദാനം ചെയ്തപ്പോൾ, മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ സാത്താൻ്റെ പിശാചിൻ്റെ പിടി മനുഷ്യനിൽ നിന്ന് അകന്നു പോവുകയാണ്. യേശുവിൻ്റെ നാമം പറയുമ്പോൾ സാത്താൻ്റെ രാജ്യം ട്രംബിൾ ചെയ്യുകയാണ്, ഭയപ്പെടുകയാണ്. അതാണ് യേശു പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുക, ദുരാത്മാക്കൾ ഓടിപ്പാഞ്ഞു പോവും. ഒരു ഇരുണ്ട മുറിയുടെ വാതിൽ തുറന്ന് വെളിച്ചം വരുമ്പോൾ എങ്ങനെ അതിനകത്ത് ക്ഷുദ്രജീവികൾ പാഞ്ഞോടുമോ, അതുപോലെ യേശുവിൻ്റെ നാമത്തിൻ്റെ വെളിച്ചം വരുമ്പോൾ രോഗക്കെട്ടുകൾ പൊട്ടും, അസ്വസ്ഥതകൾ മാറും, കുടുംബത്തകർച്ചകൾ മാറും, ഭയങ്ങൾ മാറും, മരണഭയം മാറും, നിത്യജീവനെക്കുറിച്ചുള്ള ആശങ്കകൾ മാറും. ക്രിസ്തു നമ്മളെ വിളിക്കുക, യേശു ഓരോരുത്തരെയും വിളിക്കുക, മകനെ നിൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരൂ, നിൻ്റെ ഹൃദയം എൻ്റെ സാമ്രാജ്യമാകട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ. അതാണ് ദൈവരാജ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ തരികയാണ്. അങ്ങയുടെ രാജ്യം വരണമേ വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സാമ്രാജ്യം, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സ്വസ്ഥത വ്യാപരിക്കട്ടെ. ഭയത്തിൻ്റെ കരിനിഴലുകൾ മാറട്ടെ, പാപത്തിൻ്റെ ചങ്ങലകൾ മാറട്ടെ. മദ്യപാനം, കുടുംബ തകർച്ചകൾ, കലഹങ്ങൾ, അസ്വസ്ഥതകൾ, മയക്കുമരുന്ന്, എല്ലാ പൈശാചിക ബന്ധനങ്ങളും പൈശാചിക രാജ്യത്തിൻ്റെ ബന്ധനങ്ങളും മാറി ജനങ്ങൾ ഫ്രീ ആകട്ടെ. ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം മക്കളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ വരട്ടെ. യേശു രാജാവായി വാഴട്ടെ. നിത്യജീവൻ്റെ ഉറപ്പ് കൊടുക്കണമേ കർത്താവെ. അങ്ങ് കൽപ്പിച്ചപ്പോൾ രോഗശക്തികൾ വിട്ടുമാറിയല്ലോ. ആ കുരുടൻ്റെ കണ്ണ് തുറന്ന യേശുവേ, ചെകിടൻ്റെ കാത് തുറന്ന യേശുവേ, ലാസറിനെ ഉയർപ്പിച്ച യേശുവേ, ഇത് കേൾക്കുന്ന മക്കളിലുള്ള ഭീകര രോഗശക്തികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. കലശരായ ശ്വാസം മുട്ടലുകൾ, ശ്വാസകോശം ചുരുങ്ങിയിട്ട് ഭയങ്കര അസ്വസ്ഥത അനുഭവിക്കുന്ന ആരും എന്നെ കേൾക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ആ സോറിയാസിസ് പോലെയുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.